IPL-ലെ ആദ്യ കളി തന്നെ സഞ്ജു മാൻ ഓഫ് ദി മാച്ച് നേടിയിരിക്കുകയാണ്. അതിനും ഒരു റേഞ്ച് വേണം. 82 റൺസാണ് സഞ്ജു ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു കൂട്ടിയത്. തന്നെ വിമർശിച്ചവർക്ക് ബാറ്റ് കൊണ്ടാണ് സഞ്ജു മറുപടി കൊടുത്തത്. അതുപോലെ സഞ്ജു ക്യാപ്റ്റൻസിയിലും മികച്ചു നിന്നു. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി സഞ്ജു പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജു മികച്ച ഒരു പ്രതിഭയുള്ള കളിക്കാരനാണ്. അതിന്ന് സഞ്ജു വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി സഞ്ജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇതെനിക്ക് അവസാന അവസരമാണ്. എനിക്ക് ഈ IPL-ൽ ഫോം ആകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇനി വരാൻ പോകുന്ന T20 വേൾഡ് കപ്പിൽ എനിക്ക് സ്ഥാനം കിട്ടൂ. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചാണ്. അതിനേക്കാൾ പ്രധാനം എനിക്ക് രാജസ്ഥാൻ്റെ വിജയമാണ്. മാനേജ്മെൻറ്റ് ക്യാപ്റ്റൻസി എനിക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ടീമിനെ വിജയിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ കൃത്യമായിട്ടാണ് നിർവഹിച്ചത്. എനിക്ക് എന്നിൽ തന്നെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മാനേജ്മെൻറ്റ് എനിക്ക് നല്ലൊരു സപ്പോർട്ട് തരുന്നുണ്ട്. അതുമാത്രമല്ല, ഞാൻ എപ്പോഴും ബാറ്റിങ്ങിൽ നോക്കിക്കാണാറ് ധോണി, രോഹിത് തുടങ്ങിയ താരങ്ങളുടെ പ്രകടനമാണ്. എപ്പോഴും എൻ്റെ ഗുരു ധോണി തന്നെയാണ്. അതുപോലെ ഇന്ത്യൻ ടീമിൽ ഞാനുള്ളപ്പോൾ ക്യാപ്റ്റൻ രോഹിത് എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. ക്യാപ്റ്റൻസിയിൽ ഞാൻ ധോണിയുടെ ക്യാപ്റ്റൻസിയാണ് നോക്കിക്കാണാറ്. ആദ്യ കളി തന്നെ ജയിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മത്സരങ്ങളിൽ ഇതേ കളി ഞങ്ങൾ ആവർത്തിക്കുമെന്ന് സഞ്ജു സാംസൺ വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ ആവേശത്തിലാണ്. ആദ്യ കളി തന്നെ ജയിച്ചിരിക്കുകയാണ്. അതും മികച്ച വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത്. മാത്രമല്ല, മലയാളി താരമായ സഞ്ജു വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തു. 82 റൺസാണ് സഞ്ജു അടിച്ചു കൂട്ടിയത്. ഒരുപാട് സിക്സറും ഫോറുകളും സഞ്ജു പായിച്ചു. ഇതിനേക്കാൾ വലുതൊന്നും ഇനി രാജസ്ഥാൻ ആരാധകർക്ക് ആവശ്യമില്ല. ഇനി BCCIക്ക് സഞ്ജുവിനെ എടുക്കാതിരിക്കാൻ സാധിക്കില്ല. സഞ്ജു തന്റെ പ്രതിഭ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. രാജസ്ഥാൻ 20 റൺസിന്റെ മികച്ച വിജയമാണെന്ന് സ്വന്തമാക്കിയത്. ലക്നൌവിൽ രാഹുൽ നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. 50 അടിച്ചിട്ടും രാഹുലിനെ കളി ജയിപ്പിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.